9 വർഷം പിന്നോട്ടേക്ക് ഞങ്ങൾ ഇന്ന് സഞ്ചരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടുമുട്ടിയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങളെയും കൂടെ കാണിക്കാനാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാട്ടോ. 9 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. എങ്ങോട്ടാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ കോഴിക്കോടൻ അലുവ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അലുവ വലിയ താല്പര്യമില്ല, പക്ഷേ കറുത്തലുവ കിട്ടിയാൽ ഞാൻ കുറച്ചെങ്കിലും കഴിക്കട്ടോ. ഇന്ന് എൻ്റെ കൂടെ മോനില്ല, മോനെ വല്ല വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും പോരുന്നത്. കാണാതെ വല്ല എസ്കേപ്പ് അടിച്ചതാണ്, പക്ഷേ ആൾ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ശരിക്കും മോർണിംഗ് കയറ്റണമായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആൾ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളെ കാണാനായിട്ട്. വണ്ടി അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ ആ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനല്ല, ഇക്ക അതിൻ്റെ ഇടയിൽ ഉപ്പക്ക് വിളിച്ചാണ് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഉപ്പക്ക് എപ്പോഴും പ്രിയപ്പെട്ടത് കറുത്തലുവ കേട്ടോ. അപ്പോൾ അതും വാങ്ങി. പിന്നെ ചുവപ്പും മഞ്ഞയൊക്കെ 2-3 കഷ്ണം എടുത്ത്. അതാ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്ന് വെച്ചാൽ ഞാനും ഇക്കും ഫസ്റ്റായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ. കൊണ്ടോട്ടിയില്ല, വൈറ്റമിൻ കോർണർ. വൈറ്റമിനും വിറ്റാമിനൊക്കെ 2 പേരിൽ ഇത് അറിയപ്പെടും. കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ കൊണ്ടോട്ടി വരുമ്പോൾ ഇക്ക പറയും ഇവിടെ കയറിയാലോ എന്നിട്ടോ. പക്ഷേ ഇതുവരെ ഞങ്ങൾ അവിടെ കയറിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴായിരിക്കാം അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇവിടെ കയറി. ഇവിടുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട്, ഈ താഴത്തുനിന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ എന്തോ ഒരു ഫീലാട്ടോ. കാരണം ഞങ്ങൾ ഇവിടെ പ്രാവശ്യമായിട്ടോ നമ്മളിവിടെ വൈറ്റമിനിൽ വെച്ചിരുന്ന് സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഫസ്റ്റായിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടാളും നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. സംസാരിക്കാൻ വെച്ചാൽ ഫസ്റ്റ് ടൈം നമുക്ക് സംസാരിക്കാൻ എന്തായാലും മടിയുണ്ടാവും. ആ സമയത്തൊന്നും സംസാരിച്ചില്ല. നേരിട്ട് കാണുമ്പോൾ നമ്മൾ സംസാരം നല്ല കുറവനായിരുന്നു കേട്ടോ. അധികം നമ്മൾ സംസാരിക്കുന്നത് ഫോണിലൂടെയാണ്. അപ്പം നേരിട്ട് കാണുമ്പോൾ പിന്നെയും സംസാരിക്കുക ഇക്കന്നാണ് കേട്ടോ. പക്ഷേ ഈ മരത്തുമേലുള്ള കിളികളൊക്കെ പുതിയത് വന്നാൽ കേട്ടോ. പക്ഷെ അന്ന് ഈ കിളികളും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഈ ഒരു വൈറ്റമിൻ കോർണറിൽ ആ സമയത്ത് ഉണ്ടാവുക. കുറേ പേരുണ്ടാവും, കുറേ കപ്പിൾസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന വേറെ കപ്പിൾസൊക്കെ ഉണ്ടാവും. പിന്നെ നേരിട്ട് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അവർ കാണാതെ കുറേ ഒഴിഞ്ഞ് വരാനൊക്കെ നോക്കും. പിന്നെ ഫ്രണ്ട്സ്, ഈ ഇവിടെ കപ്പിൾസിന് മാത്രം വരാൻ പറ്റുന്ന സ്ഥലം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായ കുടിക്കാനും ലൈം കുടിക്കാനും ഒക്കെ വന്ന് കയറുന്ന സ്ഥലം തന്നെയാണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും ഇവിടെ പോവാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മളൊരു സമയം എന്ന് പറഞ്ഞാൽ. ഞാനിങ്ങനെ വെറുപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആരുമില്ല. ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങളെ ബാക്കിൽ ആരുമില്ല കേട്ടോ. അപ്പുറം ടേബിൾ മേലെ 1-2 പേരുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ബാക്കിലുള്ള ചെയറുണ്ടല്ലോ, ആ കയറുന്നിടത്തുള്ള 2ാമത്തെ ടേബിൾ, അവിടെ ആയിരുന്നു ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇരുന്ന് സംസാരിച്ചിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാനുണ്ടോ ഇവിടെ അല്ലായിരുന്നോ നമ്മൾ 2ാമത് വന്നപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നതെന്ന്. ഒരാൾ എനിക്ക് ഫേസ് തരാത്തത് ആൾക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പണ്ടത്തെ പറയുമ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് ഫേസ് തരാത്തത് ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ഞാൻ +1 പഠിക്കുന്ന സമയത്താട്ടോ. +2 പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ വന്ന് ചോദിക്കുന്നതും കാണുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 16 വയസ്സായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ലവ് മാരേജിലും ഉണ്ടാകുന്ന പോലെ ആ ഒരു സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അത്യാവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇക്ക ഗൾഫിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 മാസം ലീവിന് വരുന്നതാണ്. അതിലൊരു 4-5 വട്ടം എന്നെ കാണാൻ വന്നിട്ടുള്ളൂ കേട്ടോ. അതിൽ 2ാമത് വന്നപ്പോഴാണ് ആ ഭാഗത്ത് ഇരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് ഈ തലക്കുള്ള ടേബിൾ മേൽ ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് സംസാരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇരുന്ന് ജ്യൂസ് കുടിച്ച് തിരിച്ചു പോന്നു. കാരണം കണ്ട് കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അന്ന് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, കാരണം എൻ്റെ മെമ്മറി കാർഡിലാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് എടുത്ത 2ാമത് ചെന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ എൻഡിലായിട്ടും തംബ്നെയിലായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫലൂദ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 വട്ടമാണ് നമ്മൾ ഇതേപോലെ വൈറ്റമിനിൽ വന്നിരുന്ന് ജ്യൂസ് കുടിച്ച് ഇരുന്ന് കുറച്ച് നേരം നോക്കിയിരുന്നു. ഒന്നും മിണ്ടൂല കേട്ടോ. ഈ ഒരു സമയത്ത് ഇക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം ഫോണിലൂടെ എനിക്കായിട്ട് സംസാരിക്കല്. നേരിട്ട് കാണുമ്പോൾ ഒന്നും എനിക്ക് സംസാരിക്കാൻ വായൊന്നും മൊഴിയാറില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നാലോ മര്യാദയ്ക്ക് നിൽക്കൂല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ 2 വട്ടം സ്കൂളിൻ്റെ ആ ഭാഗത്തുനിന്നും കേട്ടോ പിന്നെ ഒക്കെയായിട്ട് കാണുന്നത്. പിന്നെ ആൾ ലാസ്റ്റായിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വരിക. അങ്ങനെ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് വന്ന് ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞ് ആൾ പോയിട്ടുണ്ടായി. പിന്നെ എൻ്റെ പാരാമെഡിക്കൽ പഠിക്കുമ്പോഴാണ് അടുത്ത് വരുന്നത്. കാരണം എനിക്ക് +2 പഠിക്കുമ്പോൾ 16 വയസ്സ് പൂർത്തിയായിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. 16 കഴിഞ്ഞ് 17 തുടക്കം. പിന്നെ
പാരാമെഡിക്കൽ പഠിച്ചു. പാരാമെഡിക്കൽ കഴിഞ്ഞ് അത് ലാസ്റ്റ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. പിന്നെ ഞങ്ങളത് ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയി, 18 വയസ്സായി. പിന്നെ ഇതിനെ കുറിച്ചിട്ട് ഓരോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂ വരും, പിന്നെ ഒന്ന് തണുക്കും, പിന്നെ അതിന് ബാക്കിൽ അടുത്ത് വരും. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങളത് എന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പം ഞാൻ ലവ് സ്റ്റോറി പറയാനുള്ള ഒരു മൂഡിലല്ല. ഇൻഷാ അല്ലാഹ് ടൈം കിട്ടും, അതിനൊരു ബെസ്റ്റ് ടൈം വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നബിദിന റാലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. കാരണം നബിദിനാണല്ലോ വെള്ളിയാഴ്ച, എന്ന് വെച്ചാൽ ഫ്രൈഡേ, അന്ന് തന്നെയാണ് ഓണം. അപ്പം രണ്ടും ഒപ്പരായതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും ഓരോ റാലി, ഇടയ്ക്കിടയ്ക്ക് റാലി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഫസ്റ്റായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള സ്ഥലം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കുമല്ലോ. ഇപ്പം ഒന്നാമത് നമ്മൾ ഈ കൊണ്ടോട്ടി ഭാഗത്തേക്കൊന്നും അധികം ഇപ്പം പോവാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ അതിന് മുന്നിൽ കൂടെ പാസ് ചെയ്യും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങളുടെ ജീവിതം അൽഹംദുലില്ലാ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഞങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.